അപ്പോ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. ആ ഈക്വൽ ട്രയാങ്കിൾസിലെ തുല്യ ത്രികോണങ്ങളിലെ 4ാമത്തെ സെക്ഷൻ ഐസോസിലസ് ട്രയാങ്കിൾ. അതുമായി ബന്ധപ്പെടുന്ന പേജ് നമ്പർ 32 എക്സസൈസ് 4. എന്തുവായിരുന്നു ചോദ്യം? ഒന്ന് വായിച്ചേ. പിന്നെ നമ്മുടെ മീര കൃഷ്ണ ഒന്ന് വായിക്കൂ. ഫൈൻഡ് ദി അതർ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദി ഐസോസിലസ് ട്രയാങ്കിൾസ് ബിലോ. ഇരിക്കും. എന്താ ചോദ്യത്തിനർത്ഥം? താഴെ കൊടുത്തിരിക്കുന്ന 4 ഫിഗറുകളും ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ. ആരെയാണ്? ആ ഐസോസിലസ് ട്രയാങ്കിളിന്റെ എന്ത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്? ഒരാംഗിൾ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ആരെ തന്നിട്ടുണ്ട്? ഒരാംഗിൾ. നമ്മൾ ബാക്കി 2 ആംഗിളും കൂടി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം നമ്മൾ ക്ലാസ് ചെയ്തായിരുന്നു. ഇനി 3 മുതലല്ലേ പറയാനുള്ളത്. അതിന് എല്ലാം അടച്ചു വെച്ച് ബോർഡിലോട്ട് നോക്കിയിരുന്നേ. എല്ലാ ഐറ്റംസ് അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ബുക്കും എല്ലാം അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ. 3ാമത്തെ സബ് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് തന്നേക്കുന്നത് അല്ലേ? ആണോ? ഈ ആംഗിൾ എത്ര ഡിഗ്രി? 100 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? എല്ലാ ഐറ്റംസും മടക്കി വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കുക. നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിന് തൽക്കാലം ക്വസ്റ്റ്യനകത്ത് പേരൊന്നും ഇല്ലല്ലോ. ഇല്ല. നമ്മൾ ആ ട്രയാങ്കിളിന് GHI എന്ന് പേര് കൊടുക്കും. എന്ത് പേര് കൊടുക്കുന്നു? ഈ പേരൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ളതൊന്നും കൊടുക്കുക. ഇന്ന പേര് തന്നെ കൊടുക്കണോ നിർബന്ധമൊന്നും ഇല്ല. അവനവന് ഇഷ്ടം. അപ്പൊ എന്താണോ പേര് തോന്നുന്നത്. പക്ഷെ അടുത്തടുത്ത 3 അക്ഷരമാണെങ്കിൽ പറയാനും എഴുതാനും ഒക്കെ എളുപ്പമുണ്ട്. ഞാനിപ്പോ എന്ത് പേര് കൊടുത്തു? GHI എന്ന് പേര് കൊടുത്തു. ഈ GHI എന്ന് പറയുന്ന എന്ത് ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്? ഐസോസിലസ്. അപ്പൊ ഐസോസിലസ് ആണെങ്കിൽ ഉറപ്പായിട്ടും 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിന് ഇതിനകത്തിലെ ഏത് 2 സൈഡുകളായിരിക്കും ഈക്വല്? IG-യും ഉറപ്പാണല്ലോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഒരു ഐസോസിലസ് ട്രയാങ്കിളിൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വൽ ആയാൽ ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിച്ചു പറയണം. ഇതാണ് IG അല്ലേ? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് അത് 2 കളഞ്ഞാൽ പിന്നുള്ള അടുത്ത അക്ഷരം ആംഗിൾ H. ആംഗിൾ Hഉം ഇതാണ് GH. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് ആംഗിൾ Iയും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ പടച്ചു നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. Hഉം അറിയത്തില്ല, Iയും അറിയത്തില്ല. അറിയോ? H അറിയാമായിരുന്നെങ്കിൽ ആ വില തന്നെ Iക്ക് കൊടുക്കായിരുന്നു. I അറിയാമെങ്കിൽ ആ വില തന്നെ ആർക്കും കൊടുക്കായിരുന്നു? Hനും കൊടുക്കായിരുന്നു. കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നിൽക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇക്വേഷൻ നമ്പർ. ഇനി ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളെ കുറിച്ച് നിങ്ങൾ 7ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിനെ കുറിച്ച് 7ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം കൂടെ പഠിച്ചതാ. 3 ആംഗിളൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പൊ ആംഗിൾ I പ്ലസ് ആംഗിൾ G പ്ലസ് ആംഗിൾ H ഈക്വൽ എത്ര ഡിഗ്രി? 180. ഇതിലാരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? G അറിയാം. അപ്പോ ആംഗിൾ I പ്ലസ് ആംഗിൾ ജിയുടെ വില എത്ര? 100. 100 ഡിഗ്രി പ്ലസ് ആംഗിൾ H ഈക്വൽ 180. അപ്പോ ആംഗിൾ I പ്ലസ് ആംഗിൾ H ഈക്വൽ 180 ഡിഗ്രി. ഇതങ്ങ് അപ്പുറത്ത് പോട്ടെ. ഇവിടെ 100 ഡിഗ്രി ആഡ് ചെയ്തേക്കോ. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ 100 ഡിഗ്രി കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോ ആംഗിൾ I പ്ലസ് ആംഗിൾ H ഈക്വൽ 180 100 കുറച്ചാൽ 80. ഇക്വേഷൻ നമ്പർ 2. ഐശ്വര്യ ഇവിടം വരെയൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചു ആംഗിൾ Hഉം ആംഗിൾ Iയും എങ്ങനാണ്?
ഈക്വൽ. ദെൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നു ആംഗിൾ ഐയും ആംഗിൾ എച്ചൂടെ കൂട്ടിയാൽ എത്ര വരണമെന്ന്? 80. രണ്ടുപേര് ഈക്വലാണ്. ഈക്വലായ രണ്ടുപേരെ കൂട്ടുമ്പോൾ 80 ഡിഗ്രി കിട്ടും. അപ്പൊ ഓരോരുത്തരും അപ്പൊ ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 വിച്ച് ഇംപ്ലൈസ് ആംഗിൾ എച്ച് ഈക്വൽ ആംഗിൾ ഐ ഈക്വൽ 80 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ നീ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല. ഇത് ശരിയാണെന്ന് കൂടെ അറിയണ്ടേ? ശരിയാണോ? ഇത് 100, ഇത് 40, ഇത് 40, 100, 40, 40, 180 ഡിഗ്രി. കറക്റ്റ് ആണല്ലോ സംഗതി? ഓക്കെ. ആദ്യം നോട്ട് എടുത്ത എല്ലാവരും, ഞാൻ തന്നിരിക്കുന്ന നോട്ട് എടുത്ത എല്ലാവരും വായിച്ചു നോക്കുക. ആദ്യം ബോർഡിൽ എഴുതിയിരിക്കുന്നതും നിങ്ങളുടെ കയ്യിലുള്ള നോട്ടും തമ്മിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം ആദ്യം. കേട്ടോ ഐശ്വര്യേ? നാലാമത്തെ ക്വസ്റ്റ്യനകത്തിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? എന്ത് ത്രികോണമാണ്? ഐസോസിലസോ? നിങ്ങൾ പറഞ്ഞ തെറ്റല്ല. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഐസോസിലസ് ആണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഞാൻ ഇതിന് JKL എന്ന് പേര് കൊടുക്കും. എന്ത് പേര് കൊടുക്കുന്നു? JKL. അപ്പൊ ഇത് എന്ത് ട്രയാങ്കിളും കൂടിയാണ്? ഐസോസിലസും ആണ്, റൈറ്റ് ട്രയാങ്കിളും ആണ്. ഐസോസിലസും ആണ്. ഇത്തരം ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ചെല്ലുമ്പോൾ പഠിക്കാനുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. ഇത് വിളിക്കുന്നു ഐസോസിലസ് നീലകൃഷ്ണ റൈറ്റ് ട്രയാങ്കിൾ. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. മലയാളത്തിൽ പറയും സമപാർശ്വ മട്ടത്രികോണം. എന്ത് പറയുന്നു? സമപാർശ്വ മട്ടത്രികോണം. അപ്പൊ ഐസോസിലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, സമപാർശ്വമാണെങ്കിൽ ഒരു കാര്യം അറിയാം. എന്തൊരു രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിലെ ഏത് രണ്ട് സൈഡുകളായിരിക്കും ഈക്വൽ ആകുന്നത്? JKയും KLും ഈക്വലും. അറിഞ്ഞോ അറിയാതെയോ ഇതിലെ ഏതെങ്കിലും ഒരു സൈഡ് ഈക്വൽ JL എന്ന് എഴുതി വെക്കരുത്. എന്താ കാരണം? ഇതിലെ ഈ രണ്ട് സൈഡുകളിലെ ഒരു സൈഡും ആരോട് ഈക്വൽ ആകത്തില്ല? JLനോട് ഈക്വൽ ആകത്തില്ല. വൈ? എന്തുകൊണ്ട്? അതാ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്, കർണമാണ്. അയാളാണ് ഏറ്റവും നീളം കൂടിയ വശം. ബാക്കിയുള്ളവരൊക്കെ അയാളെക്കാൾ ചെറിയ ആളുകളാണ്. ഇപ്പൊ കാര്യം പിടി കിട്ടിയ സംഗതി. അപ്പൊ അങ്ങനാണെങ്കിൽ ബാക്കി പറയണം. ഈ ഈക്വലായ സൈഡുകൾക്ക് മിണ്ടുന്നില്ല ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് ഇതല്ലേ JK, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആള് ആംഗിൾ L. ഇതല്ലേ KL ആണോ? ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ J. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, ആംഗിൾ L അറിയത്തില്ല, Jയും അറിയത്തില്ല. നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഇക്വേഷൻ നമ്പർ 1. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഐഡിയ. ഈ 3 ആംഗിളോടെ കൂട്ടിൽ എത്ര ഡിഗ്രി വരണം? 180. ഏത് 3 ആംഗിളോടെ? ആംഗിൾ J പ്ലസ് ആംഗിൾ K പ്ലസ് ആംഗിൾ L ഈക്വൽ 180 ഡിഗ്രി. എത്ര ഡിഗ്രി? 180 ഡിഗ്രി ആണോ? അറിയാവുന്ന വില കൊടുത്ത ആരുടെങ്കിലും വില അറിയാവോ? ആരറിയും? Kയുടെ എത്ര? അതിന് തന്നിട്ടില്ല. 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എഴുതുന്നതിന് പകരമാണ് ഫിഗറിനകത്ത് ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെ വരച്ചു വെച്ചാൽ അവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പൊ അറിയാവുന്ന വില നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. പറഞ്ഞാട്ടെ. ആംഗിൾ J പ്ലസ് മിണ്ടുന്നില്ല 90 ഡിഗ്രി പ്ലസ് ആംഗിൾ L ഈക്വൽ 180 ഡിഗ്രി ആണോ? അപ്പോ ആംഗിൾ J പ്ലസ് ആംഗിൾ L ഈക്വൽ 180 ഡിഗ്രി. ഇത് അപ്പുറത്ത് പോട്ടെ, മൈനസ് 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ J പ്ലസ് ആംഗിൾ L ഈക്വൽ 180 90 കുറച്ചാൽ 90. ഇക്വേഷൻ നമ്പർ 2. 92. തൊട്ട് മുമ്പേ നമ്മൾ ഉപയോഗിച്ച ഐഡിയ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ആംഗിൾ Lഉം
ആംഗിൾ ജെയും എങ്ങനെയാണ്? ഈക്വൽ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ആംഗിൾ ജെയും ആംഗിൾ എല്ലൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? രണ്ടുപേരും ഈക്വൽ ആണ്. ഈക്വൽ ആയവരെ കൂട്ടിയാൽ 90 കിട്ടണം. അപ്പൊ ഓരോരുത്തരും ആംഗിൾ ജെ ഈക്വൽ ആംഗിൾ എൽ ഈക്വൽ 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 45. അപ്പൊ അടുത്ത കൊല്ലം 9-ലും അതിന്റെ അടുത്ത കൊല്ലം 10-ലും ഒക്കെ ഞാനല്ല വേറൊരാൾ പഠിപ്പിച്ചാലും ഓർത്ത് വെച്ചോണം. എന്ത് ട്രയാങ്കിളിന്റെ പേര്? ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. ഐസോസിലസ് 10ാം ക്ലാസ് ചെല്ലുമ്പോൾ പഠിക്കാൻ ഒരു ചാപ്റ്ററിന്റെ പേരാണ് ട്രിഗണോമെട്രി. അവിടെ ആദ്യം പഠിക്കുന്ന ആളിന്റെ പേരാണ് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. എന്തൊക്കെ പ്രത്യേകതയുണ്ട് അയാൾക്ക്? രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഒരാംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഒരാള് ഇത്രയും പ്രത്യേകതയുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. മലയാളത്തിൽ സമപാർശ്വ മട്ടത്രികോണം എന്ന് പറയും. ഒന്നും മനസ്സിലായില്ലല്ലോ? ഒന്നും മനസ്സിലായില്ലല്ലോ? ആയി. ഓക്കെ. ഐശ്വര്യ മാഡത്തിന് പിടി കിട്ടിയോ? മനസ്സിലായി സർ. ഓക്കെ. ആദ്യം ആ നോട്ടിൽ എഴുതിയിരിക്കുന്നതും ബോർഡിൽ എഴുതിയിരിക്കുന്നതും കമ്പയർ ചെയ്ത് നോക്കിക്കേ. നോട്ടിൽ എഴുതിയിരിക്കുന്നതും ബോർഡിലേക്ക് നോക്കാം. പിന്നെ നമ്മള് പുസ്തകത്തിലെ പേജ് നമ്പർ 32-ലുള്ള ഒരു നോട്ട് പഠിക്കാൻ പോകും. 32-ലുള്ള നോട്ട് എല്ലായിട്ടും മടക്കി വെക്കുക. ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഇത് നിങ്ങൾ നോട്ടായിട്ട് പഠിച്ചു നോക്കണം. ചിലപ്പോൾ ഇതേ സാധനം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായി ചോദിക്കാം? ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. എന്തായിട്ട് ചോദിക്കാം? അപ്പൊ അതുകൊണ്ട് വെറുതെ നോട്ട് മാത്രമായിട്ട് പഠിച്ചു വെക്കരുത് അനീറ്റ വർഗീസ്. നമ്മൾ എന്തുകൂടെ പഠിക്കണം? ഇത് എങ്ങനെ കിട്ടി എന്നും കൂടി പഠിക്കണം. ചോദ്യം ഇതാണ്: 3 സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ 3 വശങ്ങളും തുല്യമായിട്ട് വരുന്ന ട്രയാങ്കിൾ ഉണ്ടോ? ഹലോ, ഉണ്ടോ? അത്തരത്തിലൊരു ട്രയാങ്കിൾ ആണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന ABC എന്ന് വിചാരിക്കാം. ഇപ്പൊ ABCയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ 3 സൈഡുകളും 3 വശങ്ങളും എന്താണ്? ഈക്വൽ ആണ്, തുല്യമാണ്. അപ്പൊ എനിക്ക് എഴുതി വെക്കാം AB ഈക്വൽ BC ഈക്വൽ AC. സംശയം തരൂ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. എവിടെയെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പൊ ചോദിച്ചോ. ഞാൻ ഇതിനകത്ത് നിന്ന് ആദ്യത്തെ 2 പേരെ എടുക്കും. ആരെയാ? AB ഈക്വൽ BC. നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഐഡിയ നമ്മൾ പ്രയോഗിക്കാൻ പോകണം. അപ്പൊ ABയും BCയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്ക, ABയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് ഇവിടെ ആരാ? ആംഗിൾ C, വിച്ച് ഇംപ്ലൈസ് ആംഗിൾ C ഈക്വൽ BCയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിള് ആംഗിൾ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാനതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ. ഞാൻ ഈ രണ്ടാമനെയും മൂന്നാമനെയും കൂടെ ചേർത്തെടുക്കുന്നു. ഏതാ? BC ഈക്വൽ AC. വീണ്ടും ഐസോസിലസ് ട്രയാങ്കിളിന്റെ സമപാർശ്വ ത്രികോണത്തിന്റെ ഐഡിയ പറഞ്ഞാട്ടെ. ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന, അതിനെതിരെ കിടക്കുന്ന കോണുകൾ, ആംഗിൾസ് എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. BCക്കെതിരെ കിടക്കുന്ന ആളുടെ പേര് ആംഗിൾ A. ACക്കെതിരെ കിടക്കുന്ന ആളുടെ പേര് ആംഗിൾ. ഇക്വേഷൻ നമ്പർ 1-ൽ പറയുന്നു ആംഗിൾ Cയും ആംഗിൾ Aയും എങ്ങനെയാണ്? ഇക്വേഷൻ നമ്പർ 2-ൽ പറയുന്നു ആംഗിൾ Aയും ആംഗിൾ Bയും എങ്ങനെയാണ്? അപ്പൊ ആംഗിൾ C ആംഗിൾ Aയോട് ഈക്വൽ ആണ്, ആംഗിൾ A ആംഗിൾ Bയോട് ഈക്വൽ ആണ്. രണ്ടുകൂടെ ചേർത്ത് പറഞ്ഞു 3 പേര് ഈക്വൽ ആണ്. ഇവിടെ C Aയോട് ഈക്വൽ ആണ്, A Bയോട് ഈക്വൽ ആണ്. അപ്പൊ Aയും Bയും Cയും എങ്ങനായിരിക്കും? അപ്പൊ ആംഗിൾ A ഈക്വൽ ആംഗിൾ B ഈക്വൽ ആംഗിൾ. നല്ലൊരു ചെറിയ കാര്യം, അവർ ഈക്വൽ ആണെന്നല്ലേ കിട്ടിയുള്ളൂ. അവരെത്രാന്ന് വല്ലതും കിട്ടിയോ? ഇല്ല. വീണ്ടും 7ാം ക്ലാസ്സിലെ ഐഡിയ പറഞ്ഞാട്ടെ. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളോടെ കൂട്ടി എത്ര വരണം? 180. മീരാ മാഡം ഇവിടെ
അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ എത്ര ഡിഗ്രി വരും? മിണ്ടുന്നില്ല. 180 വരും. നിങ്ങൾ നോക്കിക്കേ, ഇവര് 3 പേര് ഈക്വലാണ്. ഈക്വലായ 3 പേരെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180. അപ്പൊ ഓരോരുത്തരും 3 പേര് ഈക്വലായ 3 പേരെ കൂട്ടുമ്പോ 180 കിട്ടണം. അപ്പൊ ഓരോരുത്തരും 180 ഡിവൈഡഡ് ബൈ ആംഗിൾ എ ഈക്വൽ ആംഗിൾ ബി ഈക്വൽ ആംഗിൾ സി ഈക്വൽ 180 ഡിവൈഡഡ് ബൈ 3. എത്ര ഡിഗ്രി? 60 ഡിഗ്രി. എന്താണ് ഇത്? അവിടെ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. പുസ്തകത്തിൽ പേജ് നമ്പർ 32 കണ്ടോ? ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അതല്ലേ, ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഏതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിലും സമഭുജ ത്രികോണത്തിലും എല്ലാ ആംഗിളുകളും എല്ലാ കോണുകളും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ടോ? നോക്കിക്കുക, എന്ത് എഴുതി വെച്ചേക്കുന്നത്? എ ട്രയാങ്കിൾ വിത്ത് all 3 sides equal is called an equilateral triangle. അപ്പൊ രണ്ടുകൂടെ ചേർത്ത് പറഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്തൊക്കെ പ്രത്യേകതയുണ്ട്? അതിന്റെ 3 സൈഡുകൾ ഈക്വൽ ആണ്, അതിന്റെ 3 ആംഗിളും ഈക്വൽ ആണ്. ഓരോ ആംഗിളും എത്ര ഡിഗ്രി വെച്ച്? അത്രയും പ്രത്യേകതയുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ്, ത്രികോണത്തിനെ വിളിക്കുന്ന പേരാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്ത് വിളിക്കുന്നു? മലയാളത്തിൽ അയാളെ വിളിക്കുന്ന പേരാണ് സമഭുജ ത്രികോണം. ഇത് വിളിക്കുന്നു ഭുജം എന്ന് പറഞ്ഞാൽ വശം എന്നാണ്. അപ്പൊ സമഭുജം, എല്ലാ വശവും തുല്യമായ ത്രികോണം. എല്ലാ വശവും, വശം മാത്രമല്ല തുല്യം, അതിന്റെ കോണുകൾ ആംഗിൾസും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അവർ ഓരോരുത്തർ എത്ര ഡിഗ്രി വെച്ചായിരിക്കും? 60 ഡിഗ്രി. നോട്ടം ബോർഡിൽ എഴുതിയിരിക്കുന്നു, നമ്മൾ വായിച്ചു നോക്കിയാട്ടെ. ഐശ്വര്യക്ക് എത്ര മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. മീര പോവാനോ? അല്ല, ബോർഡിലേക്ക് നോക്കാം. എല്ലാം അടച്ചു നോക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ ഞാനേ ഒരു ട്രയാങ്കിൾ പരിഗണിക്കും. അയാൾക്ക് ഞാൻ തൽക്കാലം ABC എന്ന് പേര് കൊടുത്തു. എന്താ പേര് കൊടുത്തു? എനിക്ക് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു കാര്യം, ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ. നമ്മൾ ഇച്ചിരി മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം, ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വലായാൽ ബാക്കി, ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വലായാൽ, ഒരു ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമായാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. നല്ല പഠിച്ചത്. ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? അങ്ങനല്ലേ പഠിച്ചത്? അല്ലേ? അങ്ങനെ പഠിച്ചായിരുന്നോ? ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഒരു ട്രയാങ്കിളിലെ 2 ആംഗിളുകൾ എന്താണ്? ഈക്വലാണ്. അപ്പൊ എന്തായിരിക്കും ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം? അങ്ങനെ വെറുതെ സൈഡ് പറയും. ആ ഈക്വലായ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിരെ കിടക്കുന്ന സൈഡുകൾ, വശങ്ങൾ എന്താണോ എന്ന്. ഈക്വലാണ്. ചോദ്യം മനസ്സിലായില്ല? ഒന്നുകൂടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ, 2 വശങ്ങൾ തുല്യമായാൽ അതിനെതിരെ കിടക്കുന്ന, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്, കോണുകൾ എങ്ങനാകും? ഈക്വലാകും. ഇന്ന് നമ്മൾ തിരിച്ചൊരു കാര്യം പരിശോധിക്കാൻ പോവാണ്. എന്താണ്? ഒരു ട്രയാങ്കിളിലെ 2 ആംഗിളുകൾ ഈക്വൽ. അങ്ങനാണെങ്കിൽ ആ ഈക്വലായ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിരെ കിടക്കുന്ന സൈഡുകൾ എങ്ങനാണോ എന്ന്, ഈക്വൽ ആണോ എന്ന്. ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും? ശ്രദ്ധിച്ചോണം. ഇത് 10ാം ക്ലാസ്സിൽ സർക്കിൾസ് എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോ ആ പാഠത്തിന്റെ ബേസിക്കിനകത്തിൽ പഠിക്കുന്ന 2 നോട്ടുകളാണ്. ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യവും, ഒന്ന് ഇനി പഠിക്കാൻ പോകുന്ന കാര്യം. എല്ലാരും കൂടെ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ഈ എയിൽ നിന്ന് BCയിലോട്ട് എന്ത് വരയ്ക്കുന്നു?
കഴിഞ്ഞ ദിവസം ചെയ്ത പരിപാടിയാ. എയിൽ നിന്ന് ബി സിയിലേക്ക് എന്ത് വരയ്ക്കുന്നു? ഒരു വരയും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്ര ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത്? 90 ഡിഗ്രി. എത്ര ഡിഗ്രി മാർക്ക് ചെയ്തേക്കുന്നത്? ഞാൻ ഈ പോയിന്റിന് എന്ത് പേര് കൊടുക്കുന്നു? ഇതൊരു പേപ്പറിൽ നിങ്ങൾ വരച്ചു വെച്ചേക്കുന്ന രൂപമാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വരച്ചു. അപ്പൊ ഈ എ പിയിലൂടെ നിങ്ങൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 ട്രയാങ്കിൾസ് കിട്ടും. ഏതൊക്കെയാണ് 2 ട്രയാങ്കിൾസ്? ഒന്നിന്റെ പേര് എ പി ബി. 90 ഡിഗ്രി എവിടെ വരുന്നു? ആ അക്ഷരം നടുക്ക് വരത്തക്ക വെറുതെ പറയണം. എ പി ബി. രണ്ടാമത്തെ ആളുടെ പേര് എ പി സി. രണ്ടാമത്തെ ആളുടെ പേര് എന്താണ്? ഇതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതാം. നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ബി ഈക്വൽ ആംഗിൾ സി. ആംഗിൾ ബിയും ആംഗിൾ സിയും എങ്ങനെയാണ്? ഈക്വൽ. പിന്നെ കണ്ണു തുറന്ന് നോക്കാമെങ്കിൽ ഒരു കാര്യം കൂടെ വേഗം പറയാം. ആംഗിൾ പി ഈക്വൽ ആംഗിൾ പി അല്ലേ? ഇവർ രണ്ടുപേരും 90 ഡിഗ്രി അല്ലേ? ഇതോ ആണോ? ആണ്. അപ്പൊ ഞാൻ വേറെ ഒരു ചോദിക്കട്ടെ. ഈ ട്രയാങ്കിളിലെ 2 ആംഗിളുകൾ ഈക്വലാണ്. ആരുമായിട്ടും? ഇപ്പുറത്തെ 2 ആംഗിളുമായിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2 ആംഗിളുകളും ഈക്വലാണ് അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? അപ്പൊ വേണ്ടേ ഈ ആംഗിളിന്റെ പേര് ആംഗിൾ എ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഒറ്റ ആംഗിൾ ആയതിനെ നമ്മൾ വെട്ടിക്കണ്ടിച്ച് 2 ആക്കി വെച്ചേക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര അക്ഷരം വെച്ച് പറയണം? 3 അക്ഷരം വെച്ച്. ഈ അക്ഷരം നടുക്ക് വരത്തക്ക വിധത്തിൽ ഈ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞേ ആംഗിൾ പി എ സി. എന്താണ്? അല്ല സോറി, പി എ ബി. എന്താണ്? പി എ ബി എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ പി എ സിയോട് ഈക്വൽ ആയിരിക്കും. ആംഗിൾ പി എ സിയോട്. വേറെ എന്തെങ്കിലും ഇൻഫർമേഷനോ? ശ്രദ്ധിച്ചു നോക്കണം. ആംഗിളിന്റെ കാര്യമൊക്കെ തീർന്നു. ഇനി ആംഗിൾ നോക്കാം. 3 ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞു. വേറെ എന്തെങ്കിലും? ഈ എ പി എന്ന് പറയുന്ന സൈഡിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 2 ഉണ്ട് എ പി. ഒരൊറ്റ എ പി ഉള്ളൂ. വെട്ടിക്കണ്ടിച്ച് 2 ആക്കിയപ്പോ 2 കാണുന്നല്ലേ ഉള്ളൂ. അപ്പൊ എ പി ഈക്വൽ എ പി കോമൺ സൈഡ് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ച വല്ല കാര്യം ഓർമ്മ വരുന്നുണ്ടോ? ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡും അതിന്റെ 2 അറ്റത്തുണ്ടാകുന്ന ആംഗിളുകൾ മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനോടും അതിന്റെ 2 അറ്റത്തുണ്ടാകുന്ന ആംഗിളിനോടും ഈക്വൽ. അപ്പോൾ ഈ 2 ട്രയാങ്കിളുകൾ ഈക്വൽ ആണ്. ഈ 2 ട്രയാങ്കിളുകൾ അങ്ങനാണെങ്കിൽ വേണ്ട ഈ പിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡല്ലേ എ ബി? എ ബിയും അപ്പുറത്തെ പിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡല്ലേ എ സി? അവര് 2 പേരും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവർ 2 പേരും എങ്ങനായിരിക്കും? ആരോടും പറയണ്ട. നമ്മളൊരു കാര്യം ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. എന്തു? ഒരു ട്രയാങ്കിളിലെ 2 ആംഗിളുകൾ ഈക്വലാന്ന് പറഞ്ഞോണ്ട് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ എവിടെ വന്നു? എ ബിയും എ സിയും എങ്ങനെയാണ്? ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എ സി. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എ ബി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിലെ 2 ആംഗിളുകൾ ഈക്വലായാൽ ബാക്കി നിങ്ങൾ പറഞ്ഞു അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ എങ്ങനായിരിക്കും? കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വലായാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആകും. ഇപ്പൊ എന്താ പഠിച്ചത്? ആദ്യത്തെ ഇടയ്ക്ക് കട്ടായി പോയോ? ഹലോ ആദിത്യ? അല്ല ആദിത്യല്ലോ, ഐശ്വര്യ അല്ലയോ? ചേച്ചിയുടെ പേര് ആദിത്യ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഒരു ട്രയാങ്കിളിലെ 2 സൈഡുകൾ ഈക്വൽ ആയാൽ
അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സൈക്കാകും. ഇപ്പൊ എന്താ പഠിച്ചത്? ആ ട്രയാങ്കിൾ സൈഡോ? ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ എങ്ങനായിരിക്കും? തിരിച്ചും മറിച്ചും ശരിയാണ്. സൈഡ് ഈക്വൽ ആകുമ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആകും. ആംഗിൾ ഈക്വൽ ആകുമ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എന്താകും? ഈക്വൽ ആകും. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡേർഡ് അല്ല സോറി, എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാട്ടെ. എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാട്ടെ. എഴുതിയിരിക്കുന്നതും നിങ്ങളുടെ കയ്യിലുള്ള നോട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് തിരുത്തണം. ഓൾറെഡി നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യം വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാം മാറ്റി വെച്ച് ബോർഡിലേക്ക് പോകാം. ഇതേ കാര്യം വെച്ചോണ്ടല്ലോ. ഈ ബി പി എന്ന് പറയുന്ന സൈഡിനെ കുറിച്ചും പി സി എന്ന് പറയുന്ന സൈഡിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം? ഈ ബി പിയെ കുറിച്ചും ഈ പി സിയെ കുറിച്ചും എന്തെങ്കിലും അഭിപ്രായം? കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇച്ചിരൂടെ മെച്ചപ്പെടാനുണ്ട്. അങ്ങനല്ല ഞാൻ ചോദിച്ചത്. മാത്തമാറ്റിക്കലായ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ അല്ലേ? ഈക്വലായ ട്രയാങ്കിളുകളിൽ ഈക്വലായ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും ഈക്വൽ ആണെന്ന് ഈ പാഠത്തിൽ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചില്ലേ? അപ്പൊ ഈ ബി പിയും പി സിയും എങ്ങനായിരിക്കും? ബി പിയും പി സി എങ്ങനെയാണ്? ഈക്വൽ ആണ്. ബി പി ബി സി എങ്ങനെയാണ്? ഉറപ്പിച്ചേ. അല്പം മുമ്പേ നമ്മൾ പറഞ്ഞു ആംഗിൾ പി എ ബിയും ഈ ആംഗിളും ആംഗിൾ പി എ സിയും എങ്ങനെയാണ്? ഈക്വലാണ്. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. ഈ രണ്ട് ആംഗിൾ ഉണ്ടാകാനും ഇങ്ങനെ പി ബി പി സി എന്നീ രണ്ട് കഷ്ണങ്ങൾ ഉണ്ടാകാനും കാരണക്കാരനായ ഒരാളുണ്ട് ഈ പടത്തിൽ. അയാളെ നമ്മൾ പിന്നാണ് വരച്ചു ചേർത്തത്. ആരെയാ? എ പി. ഈ എ പി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരച്ചത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ രണ്ട് ആംഗിളും ഈ രണ്ട് സൈഡുകളും നിങ്ങൾക്ക് കിട്ടിയത്? ആണോ? നമ്മൾ ആരോടാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്? എ പിയോട്. പുള്ളി നമുക്ക് രണ്ട് ഉപകാരം ചെയ്തു തന്നു. എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്തു തന്നത്? പുള്ളിയെ എവിടെ നിന്നാണോ വരച്ചു തുടങ്ങിയത്, എവിടുന്നാ വരച്ചു തുടങ്ങി? എ എന്ന് പറയുന്ന പോയിന്റ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ ആംഗിളാക്കി മുറിച്ചു. രണ്ട് ഈക്വൽ ആക്കുന്നതിന് കണക്കിലൊരു പേര് പറയും, ബൈസെക്ട്. എന്താ വാക്ക്? ബൈസെക്ട്. മലയാളത്തിൽ സമഭാഗം എന്ന് പറയും. എന്താ പറയുന്നു? അപ്പൊ എ പി എന്ന് പറയുന്ന ഈ പെർപെൻഡിക്കുലർ എയിലെ ആംഗിളിനെ എന്ത് ചെയ്യുന്നു? എയിലെ ആംഗിളിനെ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ 80 ഡിഗ്രിയാണ് ആദ്യമേ ഉണ്ടായിരുന്നത് വിചാരിക്കാം. ഈ എ പി വരച്ചു കഴിയുമ്പോ അത് 40ഉം 40ഉമായിട്ട് മുറിയും. 40ഉം 40ഉമായിട്ട് ഓക്കെ ആണോ മീനെ? ഇനി ആ എ പി എങ്ങോട്ടാ ചെന്ന് കയറി കൊടുത്തേ? ബി സിയിലോട്ട്. അവിടെ പുള്ളിക്കാരൻ വല്ലതും ചെയ്തു? എന്ത് ചെയ്തു? ആ ബി സിയെ പി ബി എന്നും പി സി എന്നും രണ്ട് ഈക്വൽ പാർട്ടായിട്ട് എന്ത് ചെയ്തു? മുറിച്ചു. അപ്പോ ഇനി ശ്രദ്ധിക്കണം, ഈ എ എന്ന് പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാ പ്രത്യേകത? ആ എ എന്ന് പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. അല്ല, എ ബി എ സി ഇവരാണല്ലോ ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് ഈക്വലായ സൈഡുകൾ. അത് രണ്ടെണ്ണം കൂടെ ചേരുന്ന പോയിന്റാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അതിന് പ്രാധാന്യമുണ്ട്. ഒരു ഐസോസിലസ് ട്രയാങ്കിളിലെ രണ്ട് ഈക്വലായ സൈഡുകൾ ചേർന്ന പോയിന്റ് ആണ് അത് എ. ആ എയിൽ നിന്ന് എങ്ങോട്ട്? അങ്ങനെ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്തൊരു വരച്ച്? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എന്ത് വരച്ചു? ആ പെർപെൻഡിക്കുലർ നമുക്ക് വേണ്ടി രണ്ട് ജോലിയാണ് ചെയ്തത്. എന്തൊക്കെ ജോലി ചെയ്തു? എവിടെ നിന്നാണോ വരച്ചു തുടങ്ങിയത് അവിടുത്തെ ആംഗിളിനെ രണ്ട് തുല്യ കഷ്ണമാക്കി, രണ്ട് ഈക്വൽ പാർട്ടാക്കി. എവിടോട്ടാണോ ചെന്ന് കയറി കൊടുത്തത് അവിടുത്തെ സൈഡിനെ രണ്ട് ഈക്വൽ സൈഡാക്കി എന്ത് ചെയ്തു? മാറ്റി. നോക്കിയേ നിങ്ങളുടെ നോട്ടിനകത്ത് കേട്ടോ. ഇൻ എനി ഐസോസിലസ് ട്രയാങ്കിൾ
the perpendicular from the vertex joining the equal sides to the opposite sides, split this side and the angle at this vertex into equal parts. കണ്ടില്ലേ ശരി എമ്മണ്ടായി മറ്റേ നരസിംഹ സിനിമയ്ക്കകത്തിൽ മോഹൻലാലിന്റെ അച്ഛനായ തിലകനെ കോടതിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി മമ്മൂട്ടി വരുന്നുണ്ടല്ലോ, നന്ദഗോപാൽമാല shall remind you something, it is quite unbecoming. അല്ലേ കണ്ടില്ലേ അങ്ങനെ സിനിമയുടെ കണ്ടിട്ടില്ലേ? നരസിംഹ സിനിമയ്ക്കകത്തിൽ മോഹൻലാലിന്റെ അച്ഛൻ ഇന്ദുചൂടന്റെ അച്ഛൻ മറ്റേ തിലകനെ അവതരിപ്പിക്കുന്ന കഥാപാത്രമില്ല മാളഞ്ചേരി കരുണാകരമേനോൻ, അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ കൊലക്കേസിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുന്നു. അപ്പൊ ആ കേസിൽ അയാളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റായി ഇന്ദുചൂടന്റെ കൂട്ടുകാരനായ ആര് വരുന്നത്? മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നന്ദഗോപാൽമാരാർ വരുന്നത്. കണ്ടിട്ടില്ലേ? ഇപ്പൊ കോടതിയിലെ അവസാനത്തെ വാദം കണ്ടേ മറ്റേ സായികുമാർ അവതരിപ്പിക്കുന്ന മണപ്പള്ളി സുധീരൻ എന്ന് പറയുന്ന SP കഥാപാത്രത്തെ കോടതിയിൽ കയറ്റി നിർത്തി വിസ്തരിക്കുന്ന കണ്ടിട്ടില്ലേ? ശാലേ റിമൈൻഡ് യു സംതിങ് കണ്ടിട്ടില്ലേ? യൂട്യൂബിൽ നോക്കണം കേട്ടോ, യൂട്യൂബിൽ നോക്കണം. അപ്പൊ ഇതുപോലെ ഒരു 4-5 ലൈനുള്ള ഒരു എവണ്ട സെന്റൻസ് പറഞ്ഞു വെച്ചേക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം. എന്ത് എഴുതി വെച്ചേക്കുന്നത്? ഇൻ എനി ഐസോസിലസ് ട്രയാങ്കിൾ. ഇൻ എനി, ഈ പരിപാടി എവിടെ നടക്കുന്നത്? അവിടെ മാത്രമേ പരിപാടി നടക്കുന്നുള്ളൂ, വേറെ എങ്ങും ഭാഗമല്ല. വായിച്ചാട്ടെ. ദ പെർപെൻഡിക്കുലർ ആരെ കുറിച്ചാണ്? നമ്മുടെ പടത്തിലെ ആളാണ് AP. ഫ്രം ദി വെർട്ടെക്സ് ജോയിനിങ് ദ ഈക്വൽ സൈഡ്സ്. കേട്ടോ, അതാണ് ഇവിടെ പറഞ്ഞത്. എവിടെ നിന്നാണ് ആ പെർപെൻഡിക്കുലർ വരച്ചു തുടങ്ങിയിരിക്കുന്നത്? ആ ഐസോസിലസ് ട്രയാങ്കിളിലെ ഈക്വലായ സൈഡുകൾ ജോയിൻ ചെയ്ത പോയിന്റിൽ നിന്നാണ്, വെർട്ടെക്സിൽ നിന്നാണ് എന്ത് വരച്ചിരിക്കുന്നത്? ആ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത്. എന്ത് വരച്ചിരിക്കുന്നത്? അവിടുന്ന് എങ്ങോട്ട്? ടു ദി ഓപ്പോസിറ്റ് സൈഡ്. എങ്ങോട്ടാണ്? ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടുത്തെ വെർട്ടെക്സ് എയും ഓപ്പോസിറ്റ് സൈഡ് BC ആണ്. എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ്സ്. സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ്സ് വിഭജിക്കുന്നു. എന്താണ്? ബൈസെക്ട് ആണ്. രണ്ട് തുല്യ കഷ്ണമാക്കുന്നത്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. സ്പ്ലിറ്റ്സ് ദിസ് സൈഡ്. ഏത് സൈഡിനെ? ഏത് സൈഡിനെ? BC. ഏത് സൈഡിനെയാണ്? BCA. ആൻഡ് ദി ആംഗിൾ അറ്റ് ദിസ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ ഉണ്ടാകുന്ന ആംഗിൾ അതേതാ? എയിൽ ഉണ്ടാകുന്ന ആംഗിളിനെ ഇൻറ്റു ഈക്വൽ പാർട്സ്. ഇൻറ്റു ഈക്വൽ പാർട്സ്. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? ഒന്നുകൂടെ. ഒരു ഐസോസിലസ് ട്രയാങ്കിളിലെ ഈക്വലായ രണ്ട് സൈഡുകൾ ചേരുന്ന വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതിന്റെ എതിർവശത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എവിടെ നിന്നാണോ വരച്ചു തുടങ്ങിയത് അവിടുത്തെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. എങ്ങോട്ടാണോ വരച്ചേക്കുന്നത് ആ സൈഡിനെയും എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കി. അത് നോക്കാം. എല്ലാവരും ചോദിച്ച ബോർഡിലേക്ക് നോക്കിയിരുന്നു. അല്പം മുമ്പേ നമ്മൾ പഠിച്ചു ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ നിങ്ങളാ പറയുന്നത് 3 സൈഡും ഈക്വൽ ആണ്. 3 സൈഡും ഈക്വൽ ആണ്. 3 ആംഗിളും ഈക്വൽ ആണ്. ഓരോരുത്തരും എത്രയാണ്? 60. അപ്പൊ അവരെ നമ്മളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കേട്ടോ. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകൾ ഓരോന്നും 60 വെച്ചാൽ ഇതൊക്കെ കണ്ടോ? ആവശ്യമില്ലാത്ത ഒരു പരിപാടിയാണ്. ആദ്യം ഒരു കാര്യം മുന്നോട്ട് പറയുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരും തിരിച്ചു പറയുക. അതാണ് മാത്രം ആൻസർ എന്ന് പറഞ്ഞത്. അതായത് അതിന് പറയുന്ന പേരാണ് കോൺവേസ്. എന്ത് പറയും? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ തെളിയിച്ചു വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്ത് നിന്ന് തുടങ്ങി ആദ്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് കോൺവേസ്. എന്താണ് കോൺവേസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തിരിച്ചും. എന്താണ്? അവിടെ ഇരുന്ന് തിരിക്കാന്നല്ല, ഈ പറഞ്ഞ ഐഡിയ എന്ത് ചെയ്യുന്നു? തിരിച്ചു പറയുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഞാൻ ആ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? നമുക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ, ഇതിലെ ആംഗിളുകളെല്ലാം എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? അപ്പൊ അവരുടെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമോ?
ചോദ്യം മനസ്സിലായോ? ഇല്ല, ഇതൊന്നും മനസ്സിലായില്ല. ഒരു ട്രയാങ്കിളില് അവിടെ നടക്കുന്നു എല്ലാ ആംഗിളുകളും 60 ഡിഗ്രിയാണ്. അപ്പൊ ചോദ്യം ഇതേപോലെ അതിന്റെ സൈഡിനെ കുറിച്ച് വല്ലോ പറയാനുണ്ടോ എന്നുള്ളത്. ഉണ്ട്, ബോർഡിലേക്ക് നോക്ക്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ലേ? അല്പം മുമ്പേ നമ്മൾ കാര്യം പഠിച്ചു. നമ്മൾ തെളിയിച്ച് നമുക്ക് വെച്ചതേ ഉള്ളൂ. അല്പം മുമ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മൾ തെളിയിച്ച് വെച്ചതേ ഉള്ളൂ. ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. പടത്തിൽ നോക്കി പറഞ്ഞേ, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ബി സി. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? എ സി ആണോ? അവർ രണ്ടുപേരും എങ്ങനെയാണ്? ഇനി ആംഗിൾ ബിയും ആംഗിൾ സിയും എങ്ങനെയാണ്? ഈക്വൽ. ആര് പറഞ്ഞു? എല്ലാവരും അല്ലേ? അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും എങ്ങനെയാണ്? അതിനുള്ള സൈഡ് കൊടുത്തിട്ട് പോകാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി പറഞ്ഞാട്ടെ, ആരോട് ചോദിച്ചിട്ട്? സൈറ്റോടെ വെച്ച്. അല്ലല്ലേ, സൈറ്റോടെ. അത് ആരുടെ ആയാലും ആദ്യം അവിടെ പറയുന്നത് അനുസരിക്കുക ആദ്യം. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ സിയും എങ്ങനെയാണ്? ഈക്വല. വീണ്ടും ഐഡിയ പറയും. ഈക്വലായ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എ സി. ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എ ബി. ഇവർ രണ്ടുപേരും എങ്ങനെയാണ്? ഈക്വൽ. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ എഴുതി വെച്ചേക്കുന്നു ബി സിയും എ സിയും എന്താണ്? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു എ സിയും എ ബിയും എന്താണ്? അപ്പൊ എന്നോട് ചേർത്ത് പറഞ്ഞു എല്ലാ ആംഗിളും ബി സിയും എ സിയും ഈക്വൽ ആണ്, എ സിയും എ ബിയും ഈക്വൽ. അപ്പൊ എന്നോട് ചേർത്ത് പറഞ്ഞ അപ്പൊ എ ബിയും ബി സിയും എ സിയും എങ്ങനെയായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകൾ ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ 3 സൈഡും എന്തായിരിക്കും? അത്രയും ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഒന്നുകൂടെ, ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളുകൾ ഈക്വൽ ആയാൽ അതിന്റെ 3 സൈഡും ഈക്വൽ ആവും. 3 ആംഗിൾ ഈക്വൽ, 3 സൈഡ് ഈക്വൽ ആയാൽ അതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഐശ്വര്യ മാഡത്തിന് മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ. അപ്പോ